അല്ല, എൻ്റെ അനുഭവം, ഞാൻ എല്ലാവരുടെയും ജനറലൈസ് ചെയ്യുന്നില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് അത്യാവശ്യമായിരുന്നു ഐ ഹാവ് ടു ബി എ ഗുഡ് മദർ എന്നുള്ളത്. 2 പെൺകുട്ടികളാണ്. അപ്പം ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചു ഈ ലോകത്ത്, ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ആഗ്രഹിച്ചു, ആ ഡ്രീം അവരിലൂടെ നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ അവരെ കമ്പൽ ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച ഫ്രീഡം, ഞാൻ ആഗ്രഹിച്ച സ്പേസ്, അതെല്ലാം ഞാൻ അവരുടെ ലൈഫിൽ നൽകിക്കൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ചെറിയ കുട്ടിയായിട്ടുള്ള എന്നോട് ഒരു ജസ്റ്റിഫിക്കേഷൻ നടത്തിയത്. എനിക്ക് എന്നിൽ നിന്ന് സ്നാച്ച്ഡ് ആയുള്ള ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ട്, ഞാൻ വേറൊരു പെൺകുട്ടിക്ക് നൽകിക്കൊണ്ട് ഐ മെയ്ഡ് ദം വിമൻ. ഞാൻ ആഗ്രഹിച്ച പോലുള്ള സ്ത്രീകളാക്കി അവരെ. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിഷാപ്പി. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തിയുടെയും പിന്നിൽ അവരുടേതായ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഹാർഡ് വർക്കിനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നിഷാപ്പി എന്ന് പറയുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഒരു വീട്ടമ്മയിൽ നിന്ന് എങ്ങനെ ഒരു സെൽഫ് മെയ്ഡ് വിമൻ, നമ്മളുടെ ഒരു പറയില്ല, ഒരു പ്രൊഫഷൻ നമ്മൾ തന്നെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വയം അവനവൻ തന്നെ, മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ കൊണ്ടുവരുന്ന ഒരാൾ. അത്യാവശ്യം നന്നായിട്ട് എഴുതും, മോഡലിംഗ് ചെയ്യാറുണ്ട്. പൊളിറ്റിക്സ് അവരുടെ ഒരു പാഷനോ അതോ എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കാം, അതുകൊണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിഷാപ്പി എന്ന് ഞാൻ പറഞ്ഞത്, നിഷാപ്പി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇനീഷ്യലും കൂടി ചേർത്തിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് എനിക്ക് തോന്നുന്നു അത് കുറേ പേർക്ക് അറിയാത്തൊരു കാര്യം നമുക്ക്. അപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ എത്ര വർഷമായി ഇതിൽ വന്നിട്ട്? ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. അതൊരു സ്ലോ മൂവ് ആയിരുന്നു. ഞാനിങ്ങനെ ഭയങ്കര ഓടിപ്പോയി അച്ചീവ് ചെയ്യണം, ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിലാവണം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് വരുന്ന അവസരങ്ങൾ എടുക്കുക, ഒരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി, അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ എടുത്ത് എൻ്റെ ജീവിതത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇറ്റ് വാസ് ലൈക്ക് പാരലൽ മൂവ് ആയിരുന്നു. ഇപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമാണ്, അത്യാവശ്യം സിനിമ ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തി. പക്ഷെ അത് ഭയങ്കരമായിട്ട് ടൈം എടുത്തൊരു സാധനമാണ്. എന്നോട് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക. ശരിക്കും പറഞ്ഞാൽ അതിനൊരു ആൻസർ ഇല്ല, ബിക്കോസ് ഐ എം നോട്ട് എ ട്രെയിൻ പേഴ്സൺ. ഞാനൊരു സ്വയം കണ്ടുപിടിച്ച് സ്വയം എങ്ങനെയൊക്കെയോ എവിടേക്കോ എത്തിപ്പെട്ട് ലൈഫ് തരുന്ന ഒരു അവസരങ്ങൾ വിനിയോഗിച്ച് മുതലെടുത്ത് ഇവിടെ എത്തി എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങളെ കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് എത്തി. അതെ, കാരണം ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുമല്ലോ, അതുപോലെ ഒരു അവസരം വന്നാൽ വൈ നോട്ട് എന്ന് ചോദിച്ച് ഒരു ധൈര്യത്തോടെ ആ വഴിക്ക് പോയി നോക്കുക. ഇപ്പോൾ ഒരു ആദ്യമായിട്ടൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ കയറുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന മാറിയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി പഠിച്ചു. അതിന് നമുക്കൊരു മുൻവിധിയോ അല്ലെങ്കിൽ ഒരു മടിയോ ഇതൊന്നും പാടില്ല. പിന്നെ ഡബ്ബിംഗ് സ്റ്റുഡിയോ ആസ് യു നോ ഒരു പുരുഷാധിപത്യ ലോകമാണ്. അപ്പോൾ അതിനകത്തേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ നമുക്കൊരു ധൈര്യം വേണം, ഒരു ആത്മവിശ്വാസം, ഒരു മറ്റുള്ളവരോടുള്ള വിശ്വാസം ഒക്കെ വേണം. ഒരു കോള് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ, ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കോള് വരുമ്പോൾ നമുക്ക് എവിടെയാണെന്ന് ഒരു ലൊക്കേഷൻ ഇട്ട് തരുന്നല്ലാതെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. ഒരു എഞ്ചിനീയർ ഉണ്ടാവും, മേ ബി ആ പ്രൊഡക്ഷൻ മോസ്റ്റ്ലി അത് മെന്നായിരിക്കും, ഒരു മെൻസ് വേൾഡാണത്. പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരു ധൈര്യം ആസ് എ വുമൻ, ഒറ്റയ്ക്കാണ് ഇതിലേക്ക് കിടക്കുന്നതെങ്കിൽ നല്ലൊരു ധൈര്യവും പിന്നെ എന്താ പറയുക, ഒരു ആത്മവിശ്വാസമൊക്കെ വേണം. അതാണ് മെയിൻ ടാലൻറ്റിനേക്കാളും. ബിക്കോസ് അവിടെ ചെന്നിട്ട് നമുക്കൊരു ചുറ്റുപാട് നമ്മളെ ബാധിച്ചാൽ നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പോൾ ഇതാർക്കും പറ്റും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഒരു സ്റ്റുഡിയോയിൽ പോവുക, വോയിസ് കൊടുക്കുക, അവരത് ഓക്കെ ആണെങ്കിൽ അവർ തിരിച്ച് വിളിക്കും, നന്നായി പെരുമാറുക, അവരോടൊരു കോൺടാക്റ്റിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പം ഞാൻ പോയിട്ടുള്ള ഓരോ സ്റ്റുഡിയോയിലും ആൾക്കാരുമായിട്ട്, എഞ്ചിനീയേഴ്സുമായിട്ട് എനിക്ക് നല്ലൊരു കോൺടാക്റ്റ് ഉണ്ട്. അതാണ് മെയിൻ. അപ്പോൾ അവർ നമ്മളെ ഓർക്കും, വിളിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമുക്ക് അങ്ങനെ പോകാം. ഒരു വിമൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ആവണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു? അയ്യോ, എൻ്റെ ചൈൽഡ്ഹുഡ് വാസ് ഡിസാസ്ട്രസ്. ബിക്കോസ് ഇപ്പോൾ 10th ക്ലാസ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മൾ ക്ലാസ് ഗ്രൂപ്പൊക്കെ വന്നത്. അപ്പോൾ 10th വരെ ഞാൻ ഭാരതീയ വിദ്യാഭവനിൽ പഠിച്ചിരുന്നത് സ്കൂളിൽ. അവിടെ ഞാൻ ഇൻവിസിബിൾ ആയിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് സ്പോർട്സ് ഉണ്ടായിരുന്നു. സ്പോർട്സ് ഡേന് മാത്രം ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിശബ്ദയാവും, ഇൻവിസിബിൾ ആവും, ആരും എന്നെ കാണാറില്ല. എനിക്കത് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഓൾവേസ് എ ബാക്ക് ബെഞ്ചർ. ഇപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും ആ സ്കൂളിലെ അലുമിനി ഗ്രൂപ്പിൽ മെമ്പറാണ്. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രിപ്സ് പോവും.
അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതെന്ന്. അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 10th നിന്ന് അവരുടെ കൂടെ പഠിച്ചിറങ്ങിപ്പോയ ആളല്ല ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഒരു വാക്കിൽ ഉത്തരം പറയും, ലൈഫ് ഹാപ്പൻസ്. ലൈഫ് എങ്ങനെയൊക്കെയോ ഹാപ്പൺ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ചൈൽഡ്ഹുഡ് പോരാത്തതിന് മ്യൂസിക് ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ നമുക്ക്. ആ മ്യൂസിക് ക്ലാസ്സസിൽ എനിക്ക് ഡിഗ്രേഡ് ആയിരുന്നു. ഞാനത് ബങ്ക് ചെയ്യും. ടീച്ചർ തന്നെ ഞാൻ ഉണ്ടെന്ന് പോലും ടീച്ചർക്ക് അറിയില്ല. ഗ്രേഡ് ഉള്ള ദിവസം പോവും, ഡയറിയിലുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് വായിക്കും, എന്നിട്ട് ഡിഗ്രേഡ് വാങ്ങിക്കും, തിരിച്ചു പോരും. അതായിരുന്നു എൻ്റെ വോയിസ് കരിയർ സ്കൂളിലത്തെ. അപ്പോൾ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ചെറുപ്പത്തിൽ തന്നെ നമുക്കതിൽ കഴിവ് തെളിയിച്ചാലേ നമ്മൾ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. ഇല്ല, ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ പറ്റാവുന്നതാണ് ഇതൊക്കെ. അല്ല എപ്പോഴാണ് നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി അങ്ങനെ ഒരു ചിന്തയിലേക്ക് എപ്പോഴാണ് വരുന്നു തുടങ്ങിയത്? അത് ഞാനൊരു 18 ആ ഒരു സമയത്തൊക്കെ ഏർലി മാരേജ് ആയിരുന്നു. കല്യാണം കഴിയുമ്പോൾ എനിക്കൊരു പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുട്ടികളായി, ലൈഫ് അങ്ങനെ പോയി. വേഗം 2 കുട്ടികളായി, അവരെ വളർത്തി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് അവരുടെ സ്കൂൾ റെക്കോർഡ്സിൽ എഴുതാൻ പോലും ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ലൈക്ക് വിദ്യാഭ്യാസ യോഗ്യത എഴുതുവാണെങ്കിൽ കൂടി പ്രീ ഡിഗ്രിയിൽ നിന്ന് എഴുതേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ വീട്ടിൽ എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ടായിരുന്നു, പഠിക്കണം, പഠിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനും കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിച്ചു. അപ്പം അങ്ങനെ ഇംഗ്ലീഷായിരുന്നു അപ്പോഴും എപ്പോഴും. എൻ്റെ ചെറുപ്പത്തിൽ ആ കൂടി എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ, BA ഇംഗ്ലീഷിലൊരു ഡിഗ്രി. ചെറുപ്പകാലത്ത് അതുപോലും പറ്റിയില്ല. അപ്പോൾ ആദ്യം ഇംഗ്ലീഷിലൊരു ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് അത് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തിനാ നിർത്തണമെന്ന് വെച്ചു, PG എടുത്തു. അങ്ങനെയാണ് പഠിപ്പായി എന്ന്. പക്ഷേ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ പേരിൽ ഒരു കരിയറും ഉണ്ടാക്കിയില്ല, അത് അവിടെ വെച്ചു. അതെൻ്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് എന്താ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ യു ആർ എ PG ഹോൾഡർ എന്ന് പറയണം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷിലൊരു PG. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആകസ്മികമായിട്ടാണ് ഞാൻ ഈ ശബ്ദത്തിൻ്റെ വഴിയിൽ എത്തിപ്പെട്ടത്. ബിക്കോസ് പണ്ട് കാലത്ത് ഇങ്ങനെ ടെലികോളിംഗ് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് കോളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് എൻ്റെ ഒരു കസിൻ മൂലം അവരിങ്ങോട്ട് വിളിക്കും കോളേഴ്സിനെ, പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയാം ശബ്ദം കൊള്ളാമല്ലോ എന്ന് പറയാം. ഈ ശബ്ദം കൊള്ളാവോ? പിന്നെ ഞാൻ കോള് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു അമ്പരപ്പോ പകപ്പോ ഒന്നുമില്ല, നന്നായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് വൈ നോട്ട്, എന്തുകൊണ്ട് ശബ്ദം നല്ലതാണെങ്കിൽ ചിലപ്പോൾ ആവും എന്നൊക്കെ ഒരു ആത്മവിശ്വാസം. അങ്ങനെയാണ് എനിക്ക് വന്നത്. അങ്ങനെയാണ് ഗ്രാജുവലി ഈ ഒരു വഴിയിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ എത്തിയത്. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് പറ്റുമോ? ജസ്റ്റ് ഈവൻ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സുരേഷ് ഏട്ടൻ്റെ ഒരു പടമാണ് ചെയ്തത്. അപ്പോൾ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി, പുള്ളിയായിട്ട് എനിക്ക് പുള്ളിയെ ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ആസ് എ ഹ്യൂമൻ ആസ് എ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിയുടെ പടം ആണ് ഇപ്പോൾ ലേറ്റ്ലി ചെയ്തത്. JSK ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ്. അപ്പോൾ പുള്ളിയുടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട് എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബിഗ് സ്ക്രീൻ, ലാൽ മീഡിയാസിലായിരുന്നു, ബിഗ് സ്ക്രീനിലായിരുന്നു അത് അന്നത്തെ ഡബ്ബിങ് നടന്നത്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ പുള്ളിയാണ് എതിരെ നിൽക്കുന്നത്. ഞാൻ വിഷ്വലി അല്ല, പക്ഷേ ശബ്ദം വഴിയായിട്ട് പുള്ളിയായിട്ടൊരു കോംബോ സീൻ വന്നപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഇത് സത്യമാണോ എന്നൊക്കെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ബിക്കോസ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളൊരു സ്ലോ മൂവ് എന്ന് പറയില്ലേ, നമ്മൾ ഡിസ്പാഷനേറ്റ് ആയിട്ട് പക്ഷെ പ്രയത്നിക്കുക. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്, ഡിസ്പാഷനേറ്റ് ആയിട്ടിരിക്കുക. അതായത് ഭയങ്കരമായിട്ട് ഇത് വേണം, ഇതാണ് ജീവിതം, അത് വേണ്ട, പക്ഷെ പ്രയത്നം വിടരുത്. വരുന്നത് വരട്ടെ, എന്ത് വന്നാലും എടുക്കാം എന്നുള്ളൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയായിട്ട് എനിക്ക് സിനിമയിൽ കണ്ട് ഉള്ള പരിചയം അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന് പുള്ളിയുടെ ഒരു സിനിമയിൽ സഹകരിക്കുക മാത്രമല്ല, ഒരു സ്ക്രീനിൽ ഒരു കോംബോ സീനിൽ ഷെയർ ചെയ്യാൻ പറ്റിയപ്പോൾ ഐ വാസ് ലൈക്ക് റിയലി എത്തി ഓക്കെ എന്നൊരു ഫീൽ വന്നു. അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം മീൻസ് അത് ഏതൊരാളുടെയും ഒരു ഇതാണല്ലോ, നമ്മളൊരു നല്ലൊരു ഫിലിം, ഒരു നല്ല ആക്ടറുടെ ഇതിൽ അതും നല്ല ഒരു പുള്ളിയുടെ തന്നെ ഒരു കംബാക്ക് എന്ന് പറയാം ആ പടം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് സുരേഷ് ഏട്ടൻ രണ്ടാമത് തിരിച്ചു വന്നിട്ട് നമ്മളൊരു മെല്ലോ ഒരു സട്ടിലായിട്ടുള്ളൊരു സുരേഷ് ഗോപിയാണ് കാണുന്നത്. ഇതിൽ ഫയറാണ്, ശരിക്കും ഒരു പണ്ടത്തെ കമ്മീഷണറിൻ്റെ ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ആകെ കൂടി വെടിപ്പടക്കാണ്. അപ്പോൾ അതിൽ ഒരു പാട്ടാവുക എന്ന് പറഞ്ഞാൽ ഐ എം റിയലി എക്സൈറ്റഡ് ആൻഡ് വെയിറ്റിംഗ്. ഓക്കെ എന്തായാലും എല്ലാ ആശംസകളും. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ അത്ര വലിയൊരു ഡ്രീം അല്ല ഒരു ഇംഗ്ലീഷ് എന്നുള്ളത് മാത്രമായിരുന്നു ഇതിലൊരു ഡ്രീം. പക്ഷെ നമ്മുടെ കുട്ടികൾ, നമ്മളുടെ ഒരു റോള്, ഒരു ഫാമിലിയുടെ റോളിൽ ഒരു അമ്മ എന്നുള്ള റോള് കഴിഞ്ഞ് എനിക്കൊരു സമയം കിട്ടി. അപ്പോൾ ആ സമയം ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കണ്ടെത്തി
അതിലേക്ക് പോവാണ്. കാരണം പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഇനി എന്ത് ചെയ്യണം, ഇനിയൊക്കെ വേണ്ട, പ്രായമായില്ലേ, അങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല. ഇനി ഇനി എനിക്ക് വേണം. ഞാൻ പറയാം, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. ഞാൻ എന്നോട് ഒരുപാട് സ്ത്രീകൾ സംസാരിക്കാറുണ്ട്. ഞാൻ പൊതുവെ അധികവും സമ്പർക്കം സ്ത്രീകളുമായിട്ടാണ്. ജനറലി എനിക്കറിയില്ല, ആൾക്കാർ ഔട്ട് ഓഫ് ദ ബ്ലൂ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി എന്നെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും അധികം കേൾക്കാറുള്ളത്. ഇപ്പം എന്താ, അപ്പോൾ ഞാൻ പറയും ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. അതിന് ഞാൻ എന്നെ ഉദാഹരണം കാണിക്കാം. ബിക്കോസ് കുറേ കാലങ്ങളോളം ഞാൻ പഠിച്ചു, അത് സത്യമാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതവിടെ വെച്ചു. പക്ഷേ കുറേ കാലങ്ങളോളം ഐ വാസ് ജസ്റ്റ് ബീങ് എ മദർ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ. ആൾക്കാർ പറയും എന്താണ്, ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലും കേട്ടിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാലത്ത് കുറേ കഴിയുമ്പോൾ നമ്മൾ എന്താണെന്ന് ആലോചിച്ചിരിക്കേണ്ടി വരും. അങ്ങനെയല്ല എൻ്റെ അനുഭവം. ഞാൻ എല്ലാവരുടെയും ജനറലൈസ് ചെയ്യുന്നില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് അത്യാവശ്യമായിരുന്നു ഐ ഹാവ് ടു ബി എ ഗുഡ് മദർ എന്നുള്ളത്. 2 പെൺകുട്ടികളാണ്. അപ്പം ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചു ഈ ലോകത്ത്, ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ആഗ്രഹിച്ചു, ആ ഡ്രീം അവരിലൂടെ നടപ്പിലാക്കിയതെന്ന് വെച്ചാൽ അവരെ കമ്പൽ ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച ഫ്രീഡം, ഞാൻ ആഗ്രഹിച്ച സ്പേസ്, അതെല്ലാം ഞാൻ അവരുടെ ലൈഫിൽ നൽകിക്കൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ചെറിയ കുട്ടിയായിട്ടുള്ള എന്നോട് ഒരു ജസ്റ്റിഫിക്കേഷൻ നടത്തിയത്. എനിക്ക് എന്നിൽ നിന്ന് സ്നാച്ച്ഡ് ആയുള്ള ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ട്, ഞാൻ വേറൊരു പെൺകുട്ടിക്ക് നൽകിക്കൊണ്ട് ഐ മെയ്ഡ് ദം വിമൻ. ഞാൻ ആഗ്രഹിച്ച പോലുള്ള സ്ത്രീകളാക്കി അവരെ. അപ്പോൾ അത് എനിക്ക് വർത്ത് വൈലായിരുന്നു. ഞാൻ ആ ജീവിച്ചിരുന്ന ജീവിതത്തിൽ ഞാൻ പ്രൊഫഷൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് മൈ ഓപ്ഷൻ. വീട്ടിലിരിക്കണം എന്ന് തന്നെയായിരുന്നു. ബിക്കോസ് ഐ വാസ് ടു ബിസി. എപ്പോഴും അവരുടെ ലൈഫിലുണ്ടായിരുന്നു. ഒരു നിഴൽ പോലെ, ഭയങ്കരമായിട്ട് ഓവർ പവറിങ് അല്ലാതെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 2 സ്ത്രീകളെ വാർത്തെടുത്തു. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. കാരണം നമ്മൾ ആസ് എ മദർ, ശരിയാണ്, എനിക്ക് ഇത്രയൊക്കെ അച്ചീവ് ചെയ്തു, ഞാൻ ഇപ്പോൾ വലിയ ആളായി. പക്ഷേ എനിക്ക് ടൈം കൊടുത്ത് എൻ്റെ 2 കുട്ടികളെയും അതേപോലെ നല്ല ഒരു ഏബിൾ ആയിട്ടുള്ള സ്ത്രീകളായിട്ട് ഈ ലോകത്തേക്ക് നൽകാൻ പറ്റിയില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അതിലൊരു പൂർണ്ണത ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓക്കെ വലിയ ആളായി, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരും വലിയ ആൾക്കാരാവണമല്ലോ, പെൺകുട്ടികൾ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 പെൺകുട്ടികളെ വളർത്തിയ ഒരു ഉദാഹരണം കാണിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിലുള്ള കസിൻ്റെ കുട്ടികളോ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു തീരുമാനം എടുക്കേണ്ട സമയം വരുമ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വരും. അപ്പം ഞാൻ 2 പെൺകുട്ടികളെ വളർത്തി അത്യാവശ്യം നല്ല രീതിയിലാക്കിയ ഒരു ഉദാഹരണം കാണിച്ചുകൊണ്ടാണ് എനിക്ക് പിന്നീടുള്ള പെൺകുട്ടികളും ആ ഒരു ഉദാഹരണം എടുക്കാൻ, ലൈക്ക് ദേ ക്യാൻ പോയിന്റ് ഔട്ട്, ഇവരിപ്പോൾ ഇങ്ങനെ പോയിട്ട് കുഴപ്പമുണ്ടായില്ലല്ലോ എന്ന് പറയേണ്ട രീതിയിൽ നമ്മൾ അവരെ വളർത്തി വെക്കണം. അപ്പോൾ അതെൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. ബീങ് എ മദർ വാസ് റിയലി ഗുഡ്. അതെൻ്റെ ഒരു കടമയിലൊരു ഭാഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരെ ഏബിളാണ് എന്ന് പറഞ്ഞ് എനിക്കിത് ബോധ്യം വന്ന നിമിഷം ഞാൻ ഇറങ്ങിയപ്പോൾ വേൾഡ് വാസ് ദെയർ. അവിടെയും ലോകം തുറന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ എപ്പോഴാണെങ്കിലും നമുക്ക് തുടങ്ങാം. നമ്മുടേതായ ഒരു സ്പേസ് അവിടെ ഉണ്ട്. അതെ, അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഇപ്പൊ എന്താണോ അതിലേക്കൊക്കെ എത്തിച്ചേർന്നതാണ്. ഞാൻ ഒന്നിനും വേണ്ടി പ്രയത്നിച്ചതാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കർമാസൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ വഴികളൊക്കെ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുറന്നു കിടക്കുന്ന വഴികളിലൂടെ പോകാനുള്ള ധൈര്യം വേണം, പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു മനസ്സും വേണം, മടിച്ചു നിൽക്കരുത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇറ്റ്സ് നെവർ ടു ലേറ്റ്. അത് 40s ആവാം, 50s ആവാം. എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട്, നമ്മളൊരു കണ്ടന്റ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഫലം വരും, പെട്ടെന്ന് ഫലം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെസ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നേക്കാളും ഇനിയിപ്പോൾ ഇത് നോക്കിയാലോ എന്ന് തോന്നുമ്പോൾ നമുക്കും ഒരു സമാധാനമാണ്, ചുറ്റുമുള്ളതിനൊരു സമാധാനമാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫലം വരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇറ്റ്സ് നെവർ ടു ലേറ്റ്. അത് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു അമ്മയാണ്, കുട്ടികളെ വളർത്തുകയാണ്, അയ്യോ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തീർക്കും, ഒരിക്കലും അല്ല. കുട്ടികളെ വളർത്തേണ്ടത് നിങ്ങളുടെ ഒരു ഓപ്ഷനായിട്ട് എടുക്കുക, അതിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. നാളെ അവരുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്കൊരു ഉദാഹരണം കാണിക്കുമ്പോൾ അതും നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാരലായിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ അപ്പോഴും ഈ ലോകം ഇവിടെ തന്നെ ഉണ്ട്. എന്ന് പ്രയത്നിക്കുന്നു അന്ന് തുറക്കാനായിട്ടുള്ള എല്ലാ വാതിലുകളും റെഡിയാണ്. നമ്മളത് അന്വേഷിക്കണം. യു വിൽ ഫൈൻഡ് ഇറ്റ്. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ, കാരണം നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് ആ കാര്യങ്ങളിലാണ് നമുക്ക് പറയാൻ പറ്റും. വേറൊരാളുടെ കാര്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വരിക സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇപ്പോഴും സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ കമൻറ്റുകളും അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളതുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാ ആളുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു ഇതിലുണ്ടായ ആളുകൾ മാത്രമാണ്
ചെയ്യാൻ പാടൂ എന്നൊരു രീതിയിൽ ഞാൻ പലപ്പോഴും മാറി നിന്ന് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ തന്നെ പലപ്പോഴും കാണുന്ന സമയത്ത് പൊളിറ്റിക്സിലേക്ക് സ്ത്രീകൾ വരുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. അപ്പം എൻ്റെ എല്ലാ തരത്തിലുള്ള ആളുകളും എൻ്റെ ഒരു ഇതിലുണ്ട്. കാരണം ഞാൻ എന്നത് വ്യക്തികളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തികൾക്ക് അവരുടെ ഒരു ക്വാളിറ്റിയിൽ അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ പലതിലേക്കും പോകുന്നത്. അപ്പോൾ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ തീരുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തത് മാത്രമാണ് ശരി, നിങ്ങളെല്ലാവരും എൻ്റെയിലേക്ക് വരണം എന്ന് പറയുന്ന രീതിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഞാൻ ഏത് പാർട്ടിയിലാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നുള്ള അവസ്ഥയാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിൽ വന്ന അങ്ങനെയാണല്ലോ അവരെ ആക്കുന്നത്. ഇപ്പൊ ഇന്ന് എന്റെ കൂടെ സംസാരിച്ച കാരണം ഇന്ന് സംഖ്യയാണ്, നാളെ ഒരു കമ്മീഷൻ അത് അവർ തീരുമാനിക്കും. അപ്പൊ അവർ തീരുമാനിച്ച വഴിയിലേക്ക് പോയിട്ട് ഞാൻ തീരുമാനിച്ചാണ് ഇത്. അവസാനം ഞാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ പറയുന്നവരെ അവർ തീരുമാനിക്കും. അതെ.